സ്ഥാനാർത്ഥി കുടിയേറ്റ കർഷകനാണോ? ഈ പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന LDFന്റെ ഈ പിണറായിസത്തിന്റെ വക്താവായ സ്വരാജ് കുടിയേറ്റ കർഷകൻ. അപ്പൊ ആരും പരിഗണിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞാൻ മുന്നോട്ട് പോകും. ഇത് നമ്മളിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയ ഒരു ഓട്ടോറിക്ഷ തട്ടിയ തീരൂലേ അല്ലേ? ഇതല്ലേ ഇപ്പൊ മനുഷ്യന്റെ കാര്യമുള്ളൂ. അല്ല ഞാൻ പറയട്ടെ, അത്രയല്ലേ ഉള്ളൂ. മനുഷ്യന്റെ ഒരു ജീവന് പോലും അത്രേ ഉള്ളൂ. പിന്നെ ഈ ഇത്തരം ചോദ്യങ്ങൾക്ക് എന്താ അർത്ഥമുള്ളത്? ഈ വാതിലടച്ച സ്ഥിതിക്ക് എന്റെ പൊന്നനുമോദേ, ഇനി എന്ത് മാർഗം? തട്ട് പൊളിച്ചിറങ്ങാൻ പറ്റുമോ? പൈസ വന്നുകൊണ്ടേയിരിക്കുന്നു. അത് പറഞ്ഞിട്ടാ വന്നു. ഇഷ്ടം പോലെ ആളുകൾ വിളിക്കുന്നുണ്ട്. ഇവിടെ ജീപ്പ് ഏറ്റവരുണ്ട്, അനൗൺസ്മെന്റ് വണ്ടി ഏറ്റവരുണ്ട്, പോസ്റ്റർ ഏറ്റവരുണ്ട്, ഹോർഡിങ് ഏറ്റവരുണ്ട്. ഈ ഇപ്പൊ വേങ്ങരയിലെ ഒരു പാവപ്പെട്ട 5 സെന്റുകാരൻ എന്തൊരു വീട് ആധാരമായിട്ട് ഇന്നലെ വന്ന പാവപ്പെട്ടവരുണ്ട്. ഞങ്ങൾക്ക് പൈസ ഇല്ലതാ, അന്നൂറാക്കായി ആധാരം കൊണ്ട് അയച്ചോളി. ഇത് കൊടുത്താൽ 25,000 50,000 കിട്ടും. ഈ സർക്കാർ ബാങ്ക്, സഹകരണ ബാങ്ക് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അപ്പം പട്ടിണി കടന്നാണ് ജനങ്ങൾ പോരാടും. മനസ്സിലായില്ലേ? ഇനി ഈ പറയുന്ന സതീശന്റെ കാല് നക്കി മുന്നോട്ട് പോകാൻ ഞാനില്ല. ഞാന് ദൈവം നിശ്ചയിച്ചത് ഈ ദൈവം നിശ്ചയിച്ചത് പോരാടി മരിക്കാനാണ് എന്റെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പോരാടി മരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ എനിക്കൊരു ഭയമില്ല. ആയിക്കോട്ടെ, അപ്പോഴും പിണറായിസത്തിന്റെ വോട്ട് വിടണ്ടല്ലോ. ഈ പിണറായിസത്തിന്റെ വോട്ട് UDFന്റെ വോട്ട് കൂടി കൂട്ടുമ്പോ ഒന്നും കൂടെ മുന്നോട്ട് പോയി. അപ്പോഴും പിണറായിസത്തിനെതിരല്ല, പിണറായിയുടെ വക്താവായി നിൽക്കുന്ന 2 ആൾക്കാർ. അപ്പം ഈ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടു ജനങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി അദ്ദേഹം വിജയിച്ചാലും പിണറായിസത്തിനെതിരെ വോട്ട് വിടണ്ടല്ലോ. അതിനെന്താ തർക്കം? പൊളിറ്റിക്കൽ വോട്ട് അദ്ദേഹത്തിന് പോയി, അദ്ദേഹം ജയിച്ചു എന്ന് നിങ്ങൾ കരുതുക. ഒരു സാധ്യതയില്ല. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. അപ്പോഴും പിണറായിസത്തിനെതിരെ വ്യക്തമായ വോട്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കൃത്യമായി എണ്ണ ഉണ്ടാവുമല്ലോ. അത്രേ ഉള്ളൂ ഇതില്. എങ്ങനെ എല്ലാം നാളെ വൈകിട്ട് പറയും ആ കാര്യത്തില്. ഞങ്ങൾ എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി ഇപ്പൊ 1 മണിക്കൂർ മുമ്പാണല്ലോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനില്ല എന്ന് പറഞ്ഞ് മാറിയെന്നല്ലേ? തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ ഈ വാതിലടച്ചു, ഇരുമ്പ് വാതിലടച്ചു എന്ന് ബഹുമാനപ്പെട്ട ഹിറ്റ്ലർ കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് പ്രഖ്യാപിച്ചത്. അപ്പൊ ഇപ്പൊ ഉണ്ടായ ഈ 1.5 മണിക്കൂറിലുണ്ടായ ടെസ്റ്റാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കും. പ്രചരണം ഇതന്നെ പോലെ. ഈ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസ്, പിണറായിസത്തോടൊപ്പമുള്ള പൊളിറ്റിക്കൽ നെക്സസ് ആയിട്ടുള്ള ഈ പറയുന്ന സ്വരാജിന്റെ രാഷ്ട്രീയവും ഈ പറയുന്ന ഷൗക്കത്തിന്റെയും ഈ പറയുന്ന എന്താ പറയാ VD സതീശന്റെയും ഈ നെക്സസ് പൊളിറ്റിക്സ് അതായിരിക്കും തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയം. നെക്സസ് പൊളിറ്റിക്സ്. ഈ 2 വ്യക്തികളും പിണറായിസവും BJPയും RSSും തമ്മിലുള്ള ആ നെക്സസ് ഇവിടെ ചർച്ച ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? പറവൂരിൽ അദ്ദേഹം വിജയിക്കാൻ പോകുന്നില്ല പിണറായി വിജയന്റെ സഹായമില്ലാതെ. പറവൂരിൽ ആരെ സ്ഥാനാർത്ഥി? ഇദ്ദേഹത്തിന് കഴിഞ്ഞ 4-5 ടേമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അവിടെ CPIന്റെ ഏതോ ഒരു അന്തമിട്ട സാധു നിൽക്കും. വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, പിണറായി വിവരം കൊടുത്തിരിക്കുന്നു. അതിശക്തനായ സ്ഥാനാർത്ഥി പറവൂരിലുണ്ടാവും. അവൻ നിയമസഭ കാണൂല, അൻവറിനെ സൈഡാക്കിയിട്ടില്ല. വെരി ക്ലിയർ. ആ ഒരൊറ്റ സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ പിണറായിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നിലപാട് VD സതീശൻ ഒളിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ചർച്ച ചെയ്യട്ടെന്ന്. പിണറായിന്റെ പവർ അല്ലാതെന്താ? എന്ത് പവറാണുള്ളത്? പിന്നെ അദ്ദേഹത്തിന് വേറെ ചിലർ വോട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ BJP അങ്ങോട്ടോ പോണ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മള് ആ ചില ഇക്വേഷൻസ് പോകുന്നുണ്ട്. ഞാൻ ജനങ്ങളോട് പറയുമ്പോൾ ഒരു അടിസ്ഥാനമില്ലാതെ, ഇക്വേഷൻസ് ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. എന്നെ തോൽപ്പിക്കാനുള്ള വോട്ട് അദ്ദേഹത്തിന് ഇനി ആരാ കൊടുക്കുക എന്ന് പറഞ്ഞത് കൂടി നമുക്ക് ഇത് അറിയണല്ലോ. പ്രഖ്യാപിച്ചോ? ആരാ ഒക്കെ സ്റ്റേറ്റ് കമ്മിറ്റി ഒഫീഷ്യലായിട്ട് വെക്കുക? അതൊക്കെ എനിക്കറിയാം. അതത്തെ കുറിച്ച് ഞാൻ പറയണ്ട. ഞങ്ങൾ അവിടെ പോയിട്ട് ആ ക്രിസ്ത്യൻ സമുദായത്തിൽ അന്വേഷിച്ചാൽ മതി. ഇപ്പൊ എല്ലാവർക്കും അറിയാലോ.
ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടപ്പം അവസാനമായിട്ട് ഈ സാധാരണ മനുഷ്യന് വെള്ളത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനത്തെ വൈക്കൊഴുത്തുരുമ്പും പിടിച്ചു നോക്കുക ഈ പിണറായി സത്തെ അദ്ദേഹത്തിന്റെ ഇരയല്ലേ? എത്ര കേസുകളിലാണ് അദ്ദേഹം, എത്ര ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുള്ളത്? ഈ പറയുന്ന, ഞാൻ പറയുന്നില്ല, എൻ്റെ വായിൽ വരുന്നുണ്ട്, മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് വേദന ഉണ്ടാവും, രാഹുലിന് വേദന ഉണ്ടാവും. നമ്പർ 1 ഇര, എന്നെക്കാളും ഇരയാക്കപ്പെട്ടവനാ രാഹുല്. അപ്പൊ അദ്ദേഹത്തെ തീർക്കാൻ നോക്കൂലേ? അതിനെ ശാസിക്കാൻ കഴിയും, അദ്ദേഹത്തെ എന്താ പറയാ നിഷ്കാസനം ചെയ്യാനും കഴിയും. ഹിറ്റ്ലർ അങ്ങനെയായിരുന്നല്ലോ, തനിക്കെതിരെ നോക്കുന്നവരെ മുഴുവൻ നിഷ്കാസനം ചെയ്തല്ലേ പോയത്. രാഹുലിനെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയേക്കാം ഞാൻ ഈ പറഞ്ഞ സംഘം. രാഹുൽ വ്യക്തിപരമായ കാര്യങ്ങൾ രാഷ്ട്രീയമായി സ്വകാര്യമായി പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെ ഇവിടെ പറയാം? അതിന്റെ കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു രീതികൾ തന്നെ നിങ്ങൾ നോക്കൂ. ഞാൻ ഈ പറഞ്ഞതാണല്ലോ, അദ്ദേഹം പിണറായി സത്തിനെതിരെ എന്താ മിണ്ടാത്തത്? പോലീസിനെതിരെ എന്താ മിണ്ടാത്തത്? ഇവിടുത്തെ ഈ ചെയ്തികൾക്കെതിരെ എന്താ അദ്ദേഹം മിണ്ടാത്തത്? അതന്നെയല്ലേ എന്റെ തെളിവ്. ഇപ്പൊ എത്ര കാലമായി ബഹുമാനപ്പെട്ട SNDP സെക്രട്ടറി വന്ന് ഈ മോശപ്പെട്ട, എനിക്ക് SNDP ജനറൽ സെക്രട്ടറി നടേശൻ സാറ് വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വായ കൊണ്ട് മനസ്സുകൊണ്ട് അതല്ല പറഞ്ഞത്. അദ്ദേഹത്തെ പറയിപ്പിക്കാൻ പിണറായി ഇടപെട്ടിട്ട് ചുങ്കത്ര വന്ന അദ്ദേഹം, അതാണ് അദ്ദേഹം പറഞ്ഞിട്ട് മുറുകാതിരുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ഇത് പോയി അവിടെ പറഞ്ഞുകൊണ്ട് പോന്നാൽ മതി, ബാക്കി ഞാൻ ഏറ്റ് എന്ന് പറഞ്ഞ ആ കോൺട്രാക്ട് നിർബന്ധിതാവസ്ഥയിൽ, അതാണ് അവിടുത്തെ സ്ഥിതി. അദ്ദേഹത്തിനെതിരെ ഹൈന്ദവ സമൂഹം ഒന്നടങ്കം, കേരളത്തിലും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും, അദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാൻ വായ തുറക്കാത്തവനാ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത്. അപ്പൊ എവിടുന്നൊക്കെയാ വോട്ട് ചാടിക്കാൻ നോക്കുന്നത്? ആരൊക്കെയാ പറ്റിക്കാൻ നോക്കുന്നത്? വഞ്ചന നടത്തുകയല്ലേ, ഒരു രാഷ്ട്രീയ നിലപാടുമില്ലാതെ. അത് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഞാൻ ജനകീയ കോടതിയിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ഒന്നും പറയാനില്ല, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതൊക്കെ നമുക്ക് കാണാന്നേ. ഘടകകക്ഷികളെ മുസ്ലിം ലീഗിന് നേതൃത്വം മാടക്കാട് സാദിഖ് തങ്ങൾ മുന്നേറി കുട്ടിയടക്കം മറ്റ് ഘടകകക്ഷികളടക്കം പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. VD സതീഷിനൊഴികെ പുറത്തുനിന്നുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും പിന്തുണച്ചിട്ടും പിന്നീട് VD സതീശൻ തീരുമാനിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ UDF നടപ്പിലാവുന്നത്. ഒരാൾക്കും UDF ഒരു അധികാരമുണ്ട്. നിലമ്പൂരിൽ അങ്ങനെ കടുത്ത പോരിന് കളമൊരുങ്ങുകയാണ് അൻവർ. തങ്ങൾ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കടം വാങ്ങിയാണെങ്കിലും കയ്യിൽ കാലണയില്ലെങ്കിലും പോരാട്ടം തുടരും എന്ന് തന്നെയാണ് അൻവർ ഉറപ്പിച്ചിരിക്കുന്നത്. തൻ്റെ കയ്യിൽ ഇനി പണമൊന്നുമില്ല. ഒരു വശത്ത് നിന്ന് RSSും മറ്റൊരു വശത്ത് നിന്ന് പിണറായിയും മറ്റൊരു വശത്ത് നിന്ന് VD സതീശനും ചേർന്ന് തന്നെ ഞെക്കി പിഴിഞ്ഞിരിക്കുകയാണ്. 2026 ഇലക്ഷൻ വരെയും താൻ ഉണ്ടായിരിക്കുമോ എന്ന് പോലും ഉറപ്പില്ല. എങ്കിലും എല്ലാ സാമൂഹ്യ തിന്മകൾക്കെതിരെയും പോരാട്ടം തുടരും എന്നാണ് PV അൻവർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. താനല്ല സ്ഥാനാർത്ഥിയെന്നും തനിക്ക് വോട്ട് നൽകുന്ന ഓരോ ജനങ്ങളും നിലമ്പൂരിലെ താൻ പ്രതിനിധീകരിക്കുന്ന മലയോര കർഷക കുടിയേറ്റ ജനതയാണ് സ്ഥാനാർത്ഥി എന്നുമാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ പാലക്കാട് നടന്ന രാഷ്ട്രീയ നാടകങ്ങളെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിലമ്പൂരിലെ ഈ ഏറനാടൻ നാടകം പോകുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. PV അൻവർ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. UDF തങ്ങൾക്ക് മുൻപിൽ ഇരുമ്പുവാതിൽ കൊട്ടിയടച്ചുവെന്നും ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് നിലമ്പൂരിലെ തന്റെ സ്ഥാനാർത്ഥിത്വം PV അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. നിലമ്പൂർ അടക്കമുള്ള ചതുഷ്കോ